തിരുവനന്തപുരം ആറ്റിങ്ങലിലെ വിന്ധ്യ എന്ന യുവതി ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ മക്കളെയും കുട്ടി വീട് വിട്ടിറങ്ങിയതാണ്. എന്നാൽ സ്വന്തം വീട്ടിലും അവളെ വേട്ടയാടാനെത്തുന്ന ഭർത്താവ് അച്ഛനില്ലാതെ കുട്ടികളെ എങ്ങനെ വളർത്തുമെന്ന് കരുതി ആദ്യമൊക്കെ എല്ലാം ക്ഷമിച്ചു. പിന്നീട് ഉപദ്രവം തുടർന്നതോടെ വിന്ധ്യ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ഇതിൻ്റെ പക മനസ്സിലിട്ട് നടക്കുകയായിരുന്നു ഭർത്താവ് അനിൽ. കഴിഞ്ഞ രാത്രി ഭാര്യയെ ആക്രമിക്കാനെത്തിയ അനിൽ ഭാര്യ മാതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഭാര്യ പിതാവ് ബാബുവിനെ കൊലപ്പെടുത്താനും ശ്രമിച്ചു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് അനിൽ അപ്പാർട്ട്മെന്റിലെത്തി ആക്രമണം നടത്തിയത്. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ 55-കാരിയായ പ്രീതയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരിച്ചു. സംഭവ സമയത്ത് പ്രീതയും ഭർത്താവ് ബാബുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. KSRTC ഉദ്യോഗസ്ഥനായിരുന്ന ബാബു പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇവരുടെ മൂത്ത മകൾ വിന്ധ്യയുടെ ഭർത്താവാണ് അനിൽ. അനിൽകുമാർ ഭാര്യയുമായി പിണക്കത്തിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അനിലും ഭാര്യയുമായി കഴിഞ്ഞ 4 മാസമായി വിവാഹമോചന കേസ് നടക്കുകയാണ്. അനിലിന്റെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നതായാണ് സൂചന. വർക്കല സ്വദേശിയായ അനിൽ മുമ്പ് ഗൾഫിലായിരുന്നു. ഭാര്യ ബിന്ധ്യ 2 കുട്ടികളുമായി പള്ളിപ്പുറത്തുള്ള ഫ്ളാറ്റിലാണ് താമസിച്ചു വരുന്നത്. ആക്രമണം നടക്കുമ്പോൾ ബാബുവും പ്രീതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അനിലിനെതിരെ ആറ്റിങ്ങൽ പോലീസ് കൊലപാതകത്തിനും വധശ്രമത്തിനും കേസെടുത്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.